ലങ്കയിലെ അശോകവാട്ടികയിലെ തണുപ്പും നിഴലും മാതാ സീതയുടെ ദുഃഖം ഏറ്റുവാങ്ങി നിശബ്ദമായി നിന്നു. കഠിനമായ വിരഹവേദനയുടെ അഗ്നിയിൽ എരിഞ്ഞമർന്ന മാതാ സീത രാമനാമം മാത്രം മനസ്സിൽ ഉരവിട്ട് ആഹാരവും ജലവും ഉപേക്ഷിച്ചു. രാവണന്റെ ക്രൂരതയേക്കാൾ ആഴത്തിൽ മാതാ സീതയെ തളർത്തിയത് പ്രഭു ശ്രീരാമനിൽ നിന്ന് അകന്നുള്ള ഓരോ നിമിഷങ്ങളായിരുന്നു. മാതാ സീതയുടെ ഈ ശോകം കണ്ട ബ്രഹ്മാവ് ദേവേന്ദ്രനോട് പറഞ്ഞു, സീതാദേവിയുടെ ദുഃഖം നാം കണ്ടില്ലെന്ന് നടിക്കരുത്. ബ്രഹ്മാവിന്റെ വാക്കുകൾ ശിരസ വഹിച്ച് ദേവേന്ദ്രൻ സ്വർഗത്തിലെ ദിവ്യമായ അമൃതിൽ നിന്ന് പായസമുണ്ടാക്കി നിദ്രാദേവിയെയും കൂട്ടി അദ്ദേഹം ലങ്കയിലേക്ക് യാത്ര തുടങ്ങി. അശോകവാട്ടികയിലെ കവാടത്തിൽ കാവൽ നിന്നിരുന്ന ഭീകരരായ രാക്ഷസന്മാർക്കും രാക്ഷസിമാർക്കും മേൽ നിദ്രാദേവി തന്റെ മായാജാലം പ്രയോഗിച്ചു. അതോടെ കാവൽക്കാർ എല്ലാവരും മയങ്ങി വീണു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ദേവേന്ദ്രൻ ഒരു സർപ്പത്തിന്റെ രൂപം സ്വീകരിച്ച് മാതാ സീതയുടെ അടുത്തേക്ക് ചെന്നു. സർപ്പത്തിനെ കണ്ട മാതാ സീത ആദ്യം അല്പം ഭയന്നു. എന്നാൽ ദേവേന്ദ്രൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, അങ്ങയുടെ ദുഃഖം ദേവലോകത്ത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ പായസം അങ്ങയ്ക്കായി കൊണ്ടുവന്നതാണ്. ദേവേന്ദ്രന്റെ വാക്കുകൾ കേട്ടെങ്കിലും മാതാ സീതയുടെ മുഖത്ത് മാറ്റമൊന്നും ഉണ്ടായില്ല. അവർ ശാന്തമായി തലയുയർത്തി പറഞ്ഞു, അങ്ങയുടെ ദയയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ എന്റെ ഭർത്താവായ ശ്രീരാമൻ അറിയാതെ ഒരു ഭക്ഷണവും ഞാൻ കഴിക്കുകയില്ല. എന്റെ മനസ്സ് രാമനിൽ മാത്രം അർപ്പിച്ചിരിക്കുന്നു. ഈ ദുഃഖത്തിൽ എനിക്ക് വിശപ്പും ദാഹവും ഒരു പ്രശ്നമല്ല. ദേവി, ഇത് വെറും ഒരു പായസമല്ല, ഇത് അമൃത് കൊണ്ടുണ്ടാക്കിയ ദിവ്യ പായസമാണ്. ഇത് അങ്ങയുടെ വിശപ്പിനെയും ദാഹത്തെയും അകറ്റും. കൂടാതെ ഈ പായസം സേവിച്ചാൽ വർഷങ്ങളോളം വിശപ്പോ ദാഹമോ അങ്ങയ്ക്ക് ഉണ്ടാവുകയില്ല, ദേവേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ കണ്ണീരിനിടയിലും മാതാ സീതയുടെ മുഖം തെളിഞ്ഞു. ആ ദിവ്യ പായസം അവർ സന്തോഷത്തോടെ കഴിക്കുകയും ആ ദിവ്യമായ പായസത്തിന്റെ ശക്തിയാൽ രാവണന്റെ തടവിൽ കഴിഞ്ഞ മുഴുവൻ നാളുകളും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ വിശപ്പും ദാഹവും സഹിക്കാതെ മാതാ സീതയ്ക്ക് കഴിയാൻ സാധിച്ചു. രാമായണത്തിൽ നേരിട്ട് പറയാത്ത ഈ കഥ പല പ്രാദേശിക ഐതിഹ്യങ്ങളിലൂടെയും തലമുറകളായി കൈമാറി വരുന്നു. മാതാ സീതയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് സിയാറാം എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് ശ്രീറാം, ജയ് സിയാറാം.